ഇപ്പോൾ പൊന്നാനിയിലെ അതിജീവിത ഏതെങ്കിലും ഒരു ചാനലുകാരൻ പോയിട്ട് അടച്ചിട്ട മുറിയിൽ സ്വകാര്യമായിട്ട് അവരുടെ താല്പര്യപ്രകാരം എന്തോ ഒരു എന്താ പറയുക മുട്ടിൽ മരമുറി കേസിൽ ഈ ബെന്നി കേസ് അന്വേഷിച്ചിരുന്നു. ആ വൈരാഗ്യം തീർക്കാനാണ് ഇത് കെട്ടിച്ചമച്ചതുണ്ടാക്കിയതാണ് എന്ന ചില വാർത്തകൾ ചില ചാനലുകളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. ഞാനതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. കാരണം എനിക്കറിയാം, ഇത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട പരാതികളിൽ വളരെ സൂക്ഷ്മത പാലിച്ചുകൊണ്ടാണ് തന്നെയാണ് ഞാൻ പോകുന്നത്. പൊന്നാനിയിൽ നിന്നും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ വിഷയം കുറെ മുമ്പ് എന്നോട് സംസാരിച്ചാണ്. അന്ന് ഈ കാര്യങ്ങളൊന്നും നടന്നു പോയിട്ടില്ല. പിന്നെ എന്നോട് സംസാരിച്ച പാർട്ടി ലീഡർഷിപ്പിനോട് അന്ന് ഞാൻ പറഞ്ഞത് പോലീസിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല. നിങ്ങൾ പോലീസ് നിങ്ങൾ കൈകാര്യം ചെയ്യും, അല്ലാത്ത എന്താണെങ്കിലും ഞാൻ ഇടപെടാമെന്നൊരു 3-4 മാസം മുമ്പ് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ വീണ്ടും ഈ വിഷയങ്ങൾ സുജിത് ദാസും അജിത് കുമാറുമായി ബന്ധപ്പെട്ട വാർത്തകളും പത്രക്കാരുടെ ഇടപെടലുകളും എൻ്റെ വാർത്താ സമ്മേളനങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പുഴുക്കുത്തുകളുണ്ടെങ്കിൽ ഒഴിവാക്കും, നടപടിയെടുക്കുമെന്നുള്ള പ്രസ്താവനകളൊക്കെ കണ്ടപ്പോഴാണ് ഈ സ്ത്രീ പിന്നീട് ഒരു ആത്മവിശ്വാസത്തിൽ കടന്നു വരുന്നത്. നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ടത്, റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് നിങ്ങൾ ആ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ പറഞ്ഞത്? ഇവർ 3 ആളും വിനോദ് എന്ന് പറയുന്ന എസ് ഐ എടുത്ത് വീടിൻ്റെ കുടുംബ തർക്കവുമായി ബന്ധപ്പെട്ട പരാതി പൊന്നാനിയിലെ SHO കാണാനാണ് ഈ സ്ത്രീ പരാതി കൊടുക്കാനാണ് പോകുന്നത്. ആ വിനോദ് മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു കൊണ്ടുവരണം. അപ്പോൾ ഒരു ബെന്നി എന്ന് പറയുന്ന ഓഫീസർ അവിടെ അന്വേഷിച്ചത് കൊണ്ട് ആ ബെന്നിയെ കൊടുക്കാനാണ് റിപ്പോർട്ടറിന് ഈ പണിയെടുക്കുന്നത് പറയുന്നതിൽ യുക്തിയുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കാനാണ്. ആ പരാതിയുമായി പോയ CI സ്വത്ത് തർക്കമാണ് വീടിൽ, താമസിക്കുന്ന വീടിൻ്റെ. ഞാൻ വരാം, ഞാൻ വന്ന് കാണാമെന്ന് പറയാം. എന്നിട്ട് വരുന്ന എപ്പോഴാണ് കേസ് അന്വേഷിക്കാൻ? രാത്രി 10 മണിക്ക്. ആ സ്ത്രീയുടെ മൊഴി നിങ്ങൾ പരിശോധിക്കണം. അതിന് സൈനബ എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീ ഈ സ്ത്രീയെ പീഡിപ്പിച്ച് അവിടുന്ന് ഇറങ്ങുമ്പോൾ, സൈനബയാന്ന് തോന്നുന്നു, അവരെ ഒരു കൂട്ടുകാരി വീട്ടിലുള്ള രാത്രി 10 മണിക്കാ ഇത്ര വലിപ്പമുള്ളൊരു കുട്ടിയാണുള്ളത്. ഹസ്ബൻഡ് ഗൾഫിലാണ്, മറ്റൊരു മകൻ പഠിക്കുകയാണ്. മോശമായി പെരുമാറി ഈ സ്ത്രീ കരയുന്നത് കണ്ടിട്ട് ഈ സ്ത്രീ അവരെ തടഞ്ഞു വെച്ചു. ആ സ്ത്രീയെ ഇപ്പൊ സ്വാധീനിക്കുന്നുണ്ട്. ആ വീട്ടിലുണ്ടായിരുന്ന അന്നത്തെ സ്ത്രീയെ സ്വാധീനിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ മോശമായി പെരുമാറി ഈ SHO ഒരാഴ്ച പിന്നെ ഒരു മറുപടിയില്ല, ഫോൺ വിളിച്ചാൽ എടുക്കില്ല. പിന്നെ അവർ ഈ പരാതി കൊടുക്കാൻ പോകുന്ന എവിടെയാ? സ്വാഭാവികമായിട്ട് അവരെ സുപ്പീരിയറിന്റെ അടുത്താണ്. അത് നിർഭാഗ്യവശാല് ഈ പറയുന്ന തിരൂര് DYSP ബെന്നിയായിപ്പോയി. ആ പൊസിഷനിൽ ബെന്നി അല്ലെങ്കിൽ ഈ സ്ത്രീ അവിടെ ഇരിക്കുന്ന DYSPക്കല്ലേ കൊടുക്കുക? അതാണ് നിങ്ങൾ ഇന്റർലിങ്ക് ചെയ്യാൻ നോക്കിയത്. അത് സത്യത്തിൽ ശരിയല്ല. നിങ്ങൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. ബെന്നി ഈ വിഷയം പറയുമ്പോൾ ബെന്നി പറഞ്ഞ ഡയലോഗ് ആ പരാതിക്കാർ പറയുന്നത് ഇത് തേഞ്ഞു പോകുന്നില്ലല്ലോ. പിന്നെ ബെന്നി വരികയാണ് ആ വീട്ടില്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആ കാര്യങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന് മറുപടി കിട്ടിയപ്പം ഈ സ്ത്രീ എന്ത് ചെയ്യും? ബന്ധപ്പെട്ട ഒരു SPക്ക് പരാതി കൊടുക്കാൻ പറഞ്ഞു. അവൻ പല രൂപത്തിൽ കൈകാര്യം ചെയ്തു എന്ന് മാത്രമല്ല, കസ്റ്റംസിലെ ഒരു ഉദ്യോഗസ്ഥന് കാഴ്ചവെക്കാൻ ശ്രമിച്ചു. അവിടുന്ന് വണ്ടിക്കൂലി 500 രൂപ വാങ്ങി ഞാൻ ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. ഇതൊക്കെ ഇങ്ങനെ വെറുതെ പറയാൻ പറ്റുമോ? ഇത് അന്വേഷിക്കൂലേ? രണ്ടാമത്തെ ദിവസത്ത് ബൂമറാങ്ങാവൂലേ? ഇതുമായി ബന്ധപ്പെട്ട പൊന്നാനിയിലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാ. അവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഇന്റർവ്യൂ എടുത്തിട്ടുള്ളത്. വനിതാ സഖാക്കളുണ്ട്. 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടികളുണ്ട് അവിടെ ആ വീട്ടില്. അവരൊക്കെ ഇത് കേൾക്കുന്നുണ്ട്. എന്നിട്ട് ഒരു മരമുറി കേസിൽ ഈ ഉദ്യോഗസ്ഥൻ എന്നുണ്ടായിരുന്നു അവനെ കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ അതിന്റെ ലോജിക്ക് നിങ്ങളൊന്ന് ആലോചിക്കൂ. ദയവായി നിങ്ങളിത് തിരിച്ചുവിടരുത്. ഞാൻ തുടക്കം മുതലേ പറയുന്നുണ്ട്, ഇതില് നിങ്ങൾ സത്യസന്ധമായി നിന്നില്ലെങ്കിൽ ഇതിലെ കള്ളന്മാർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ ബഹുമാനപ്പെട്ട DGPക്ക് കൊടുത്ത പരാതിയുടെ കോപ്പി നിങ്ങൾക്ക് നൽകുന്നുണ്ട്.
ഇന്ന് 10 മണിക്കാ. ഇതിൽ ഞാൻ കൃത്യമായി പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? സത്യസന്ധയായ വനിതാ IPS ഓഫീസർ ഈ പൊന്നാനി കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ വെക്കണമെന്നാണ് പറഞ്ഞു. അവരൊന്ന് അന്വേഷിക്കട്ടെ. അവർ സത്യസന്ധമായി അന്വേഷിച്ചിട്ട് ഈ പറയുന്ന പോലെ MR അജിത് കുമാറൊക്കെ അവിടെ ഇരിക്കുമ്പം ഒരു വനിതാ IPS ഓഫീസർക്കും പരിമിതിയുണ്ട്, നമുക്കറിയാം. ഇപ്പൊ എന്താണ് ഇതിനൊക്കെ കവർ ചെയ്യാൻ വേണ്ടി അജിത് കുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏതൊരു വാർത്ത ആരോ എൻ്റെ അടുത്ത് ഇപ്പോൾ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഇതെല്ലാം അന്വേഷിച്ചിട്ട് തെറ്റാണെങ്കിൽ MLA പേരിൽ കേസ് എടുക്കണം. എടുത്തോട്ടേന്ന്. ഞാൻ ഒരു കേസും എനിക്കെതിരെ വരില്ല എന്ന് ഉദ്ദേശിച്ചൊന്നുമല്ല ഇതിന് ഇറങ്ങിയിട്ട് തിരിച്ചിട്ടുള്ളത്. എനിക്ക് നിരവധി അനവധിയായ പ്രതിസന്ധികൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നെ കൊടുക്കാൻ ഇവർ നോക്കും, ഇവനെ കുരിക്കാൻ നോക്കും, കള്ളക്കേസുകൾ ഉണ്ടാവും. അതുകൊണ്ട് ഇത് കാണുമ്പോൾ എന്താ എന്നെ കുറിച്ചുള്ള ആദ്യം എന്താ ചെയ്തത്? ആ പോലീസ് ഓഫീസേഴ്സിന്റെ അസോസിയേഷൻ കഴിഞ്ഞിറങ്ങിയപ്പോൾ പറഞ്ഞത്, നിങ്ങളോടെന്താ പറഞ്ഞത്? ചോദിക്കൂ കഴിഞ്ഞ ചോദിക്കൂ. ഒരു ADGPയുടെ പെർഫോമൻസ് ആ പോലീസ് സമ്മേളനം കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾ കണ്ടതാ? കഴിഞ്ഞു. ഞാൻ ഉത്തരം പറയാം. എന്നെ കുറിച്ച് പറഞ്ഞ എല്ലാ പരാതികളെ കുറിച്ചും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അന്വേഷിക്കാൻ ഞാൻ എഴുതി കൊടുക്കും. കഴിഞ്ഞില്ലേ? ഏതാവും സാധനം? ഏതാണ്? ഇപ്പൊ എന്താ ഇത്? ആളുകളുടെ മൈൻഡ് തിരിക്കുക. അന്ന് കേട്ടവനൊക്കെ തോന്നി, ഓ തിരക്കടില്ലല്ലോ, ഇയാളെന്നെ പറയാം എന്നെ കുറിച്ച് അന്വേഷിച്ചത്. പാവം അല്ലേ? ഒരു ചെറിയ ശതമാനം ആളുകൾക്ക്. ഇന്നിപ്പോ എന്താ ഈ പറഞ്ഞതൊക്കെ അസത്യമാണെങ്കിൽ പറഞ്ഞ MLAയുടെ പേരിൽ ക്രിമിനൽ പ്രോസിക്യൂഷൻ നടത്തണം. ആയിക്കോട്ടെ. അത് കേൾക്കുമ്പോൾ എന്താവുന്ന, ഓ അയാൾ അങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും ഇല്ലാതെ പറയൂ അല്ലേ? ഇതാണല്ലോ നമ്മുടെ മനുഷ്യരുടെ ഒരു മൈൻഡ്. ഈ രീതിയിൽ ഇതിനെ തിരിച്ചുവിടുകയാണ്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയാണ്, ഇനി ADGP അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡറിൽ ഇരുത്തിയിട്ട് ഈ കേസുകൾ അന്വേഷിച്ചാൽ ഈ പറഞ്ഞതുപോലെ PV അൻവറിനെ കുരിക്കാൻ തന്നെയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ബഹുമാനപ്പെട്ടത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരോട് ഈ നാടിന് വേണ്ടി പറയാണ്, ഈ തെളിവുകൾ PV അൻവറിന്റെ കയ്യിലൊന്നുമല്ല. നാളെ PV അൻവറിന് എന്തെങ്കിലും സംഭവിച്ചാലും ഈ കേസ് അവസാനിക്കില്ല. അതിന് കൃത്യമായ സെറ്റപ്പുകൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നെ ഇവരില്ലായ്മ ചെയ്താലും ഈ തെളിവുകൾ ഈ എയറിൽ ഇങ്ങനെ പല ഭാഗത്തും ഉണ്ടാകും. ആ സാധനം തിരിച്ചു വരും.